ഹായ്, നമ്മൾ കുറേ ആയി കണ്ടിട്ടല്ലേ. മക്കൾക്ക് രണ്ടുപേർക്കും വയ്യായിരുന്നു. മോൻ പനിയൊക്കെ കൂടി ഹോസ്പിറ്റലൈസ്ഡ് ഒക്കെ ആയിരുന്നു. അപ്പോൾ നോക്കുന്നത് കാപ്പി എന്തുവാന്ന് നോക്കിയാലോ. ഇന്ന് കട്ടൻ കാപ്പിയും പുട്ടും പഞ്ചസാരയും. ആർക്കൊക്കെ ഇങ്ങനത്തെ കോമ്പിനേഷൻ ഇഷ്ടമെന്ന് വെച്ചൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ തുലാമാസത്തിൽ പെയ്യേണ്ട മഴ ഇപ്പം വൃശ്ചിക മാസത്തിലാണ് പെയ്തുകൊണ്ടിരിക്കുക. നല്ല ഇടിയും മഴയായിട്ട് അത് കാരണം ഇന്ന് ഉച്ചയ്ക്ക് കഞ്ഞി അസ്ത്രമാണേ. അപ്പം നമ്മുടെ അയ്യത്തൂന്ന് കിട്ടിയ കുറച്ച് ചേനയും ഇട്ട് ഒരു കുഞ്ഞൊരസ്ത്രം, അതിന് കഷ്ണങ്ങളും മുറുക്കി അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും ഇട്ട് ഈ കഷ്ണങ്ങളിൽ നിന്ന് വേഗം അടച്ചു വെക്കാം. അതിനുശേഷം നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം. അതിന് തേങ്ങ, ജീരകം, വെളുത്തുള്ളി, കൊച്ചുള്ളി, പച്ചമുളക് ഇതെല്ലാം ഇട്ടൊന്ന് ചതച്ചെടുക്കുക. ചതയ്ക്കുകയല്ല, ഒന്ന് അരയുമല്ല, ഇച്ചിരി ഒന്ന് അരഞ്ഞിരിക്കണേ. അപ്പോഴൊരു ടേസ്റ്റ് വരുന്നത്. എന്നിട്ട് ഈ വെന്ത കഷ്ണത്തിലേക്ക് നമുക്ക് ഈ അരപ്പിടാം. അരപ്പിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് മൂടി വെച്ചാൽ ഒന്ന് വെന്തെടുക്കാം. അപ്പോഴത്തേക്കും നമുക്ക് കടുക് താളിക്കാം. അതിന് ഒരു ചട്ടി വെച്ച് അതിലേക്ക് നമ്മൾ നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൊച്ചുള്ളിയും ഇട്ട് നന്നായിട്ട് നമുക്ക് ആ കൊച്ചുള്ളി ഒന്ന് മൂത്ത് വരുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് ഈ അസ്ത്രത്തിലേക്ക് ഒഴിക്കാം. അപ്പം നമ്മൾ നല്ല നാട്ടുമ്പുറമായതുകൊണ്ട് നമുക്ക് എന്താണ് വട്ടയിലയും വാഴയിലയും ഭക്ഷണയിലയും എന്തില വേണേലും നമുക്ക് ഇഷ്ടംപോലെ കിട്ടും. അപ്പോൾ നമ്മൾ അമ്പലങ്ങളിലൊക്കെ നമ്മൾ സാമിക്കഞ്ഞിയൊക്കെ കുടിക്കാൻ പോകുമ്പോഴും ഒക്കെ നമുക്ക് വാഴയിലയിലും വട്ടയിലയിലും ഒക്കെ അല്ലേ അസ്ത്രം കിട്ടുന്നത്. അപ്പോൾ അതുപോലെ നമുക്കിന്ന് ചൂട് കഞ്ഞിയും വട്ടയിലയിലെ അസ്ത്രവും കടുകുമാങ്ങയൊക്കെ ആയിട്ട് നമുക്കിന്ന് കഞ്ഞി കുടിക്കാം. അപ്പോൾ എല്ലാവരും ഈ നല്ല അടിപൊളി ടേസ്റ്റാണ്. എളുപ്പം വെക്കുകയും ചെയ്യാം, നല്ല അടിപൊളി ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.